ഹായ്. അപ്പോൾ ഓണമൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഓണത്തിനൊരു പായസമെങ്കിലും ഇല്ലാണ്ട് എങ്ങനെയാണല്ലേ? അപ്പോൾ ഓണത്തിൻ്റെ അന്ന് പായസം ഉണ്ടാക്കലെന്ന് പറഞ്ഞാൽ ഒരു ചടങ്ങ് തന്നെയാണല്ലേ? അത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ അത് നമുക്ക് വലിയൊരു ആശ്വാസമായിരിക്കും. അപ്പോൾ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു പായസം ഉണ്ടാക്കാം. അപ്പോൾ ക്യാരറ്റ് പായസമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു പായസമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് കണ്ടോ. അപ്പോൾ പായസത്തിലേക്കായിട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് നമ്മൾ എടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടിയിട്ട് നമ്മൾ ഒരു പിടിയാണ് എടുത്തിരിക്കുന്നത്. അണ്ടിപ്പരിപ്പിന് മുന്തിരി അളവിലൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് മാറ്റം വരുത്താം. അപ്പോൾ അതാ നെയ്യിലോട്ടിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ അത് വറുത്തെടുത്ത് കഴിഞ്ഞാൽ ആ ഒരു നെയ്യിലോട്ട് തന്നെ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ചേർത്തിട്ട് അതും കൂടി ഒന്ന് നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു 1/4 കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അത് നെയ്യിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ക്യാരറ്റ് നന്നായിട്ടൊന്ന് നെയ്യിൽ മൂപ്പിച്ചെടുക്കുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ചവ്വരി പിന്നെ ക്യാരറ്റ് ഇതൊക്കെ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു 1/4 കപ്പ് ചവ്വരിയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം കുക്കറിലിട്ടിട്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ വേവിച്ചെടുക്കാം. അപ്പോൾ കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മളിത് കുതിർത്ത് വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ചവ്വരിയിലോട്ട് ഏകദേശം 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കുക. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിലൊക്കെ അടിച്ചാൽ മതി. ഒരു വിസിലടിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൽ ഫുൾ പ്രഷർ പോയതിന് ശേഷം എടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് വെന്തിട്ടൊക്കെ നമുക്ക് കിട്ടും. അതിനുശേഷം നമുക്ക് ക്യാരറ്റും കൂടി വേവിച്ചെടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു 1/4 കപ്പ് ക്യാരറ്റാണ് ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. അത് കുക്കറിൽ തന്നെയാണ് ഈസി ആയിട്ട് വേവിച്ചെടുക്കുന്നത്. ക്യാരറ്റ് വേവിച്ചെടുക്കാനായിട്ട് ഒരു 1/4 കപ്പ് വെള്ളം കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2-3 വിസിലടിച്ചാൽ മതിയാവും. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതിൻ്റെ ഫുൾ പ്രഷർ പോകുമ്പോൾ തുറന്നു കഴിഞ്ഞാൽ ക്യാരറ്റ് നന്നായിട്ട് വെന്ത് കിട്ടും. നമ്മൾ വഴറ്റാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റ് ഏകദേശം ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഈ നെയ്യിൽ നിന്ന് എടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ ക്യാരറ്റ് ഇങ്ങനെ നെയ്യിലിട്ടിട്ട് വഴറ്റിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകാൻ പാടില്ല. മാത്രമല്ല ഇതുപോലെ ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞു വരും വേണം. അപ്പോൾ നെയ്യിൽ നിന്ന് ആ ക്യാരറ്റ് എടുത്ത് മാറ്റിയ ശേഷം ആ നെയ്യിലോട്ട് തന്നെ നമുക്ക് ഒരു 1/2 ലിറ്റർ പാലും കൂടി ചേർത്ത് കൊടുക്കാം. അതായത് 2 കപ്പ് പാല് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഈ പായസത്തിലോട്ട് നല്ലൊരു ഫ്ലേവറിനായിട്ട് കുറച്ച് ഏലക്കായ നമുക്കൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ നമ്മളിവിടെ ഒരു 10 ഏലക്കായ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഏലക്കായ ഫ്ലേവർ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അളവൊക്കെ കുറച്ചെടുക്കാം. അല്ലെങ്കിൽ ഏലക്കായ പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതായാലും ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്ക് പാല് തിളയ്ക്കാൻ തുടങ്ങുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ തന്നെ വേവിച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റില്ലേ അതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ പേസ്റ്റ് ആക്കി എടുക്കുക. അതും കൂടി ആ സമയത്ത് തന്നെ പാലിലോട്ട് ചേർത്ത് കൊടുക്കാം. പറിച്ച് വെച്ച ക്യാരറ്റ് നമ്മൾ ഇതിലോട്ട് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ഇളക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചവ്വരിയും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് പാൽ ഇതുപോലെ നന്നായിട്ട് തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ടുള്ള മധുരം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഇതിലോട്ട് കുറച്ച് പഞ്ചസാരയാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇത് ഇളക്കിയെടുക്കുക. അതിനുശേഷം ഇതിലോട്ട് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊരു നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 കപ്പോളം മതിയാവും. അപ്പോൾ മിൽക്ക് മെയ്ഡ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട. വീണ്ടും അതിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ മിൽക്ക് മെയ്ഡ് ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് മാത്രം ഈ പായസത്തിന്. അപ്പോൾ പഞ്ചസാരയും മിൽക്ക് മെയ്ഡൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഒരു 3 മിനിറ്റോളം നമ്മൾ തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ 3 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. അങ്ങനെ ഫ്ലെയിമൊക്കെ ഓഫാക്കിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് നേരത്തെ തന്നെ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി പിന്നെ ആ ക്യാരറ്റൊക്കെ ഇല്ലേ അതൊക്കെ കൂടിയിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കുക. അപ്പോൾ പായസം റെഡി ആയി കഴിഞ്ഞാൽ ആ ഏലക്കായില്ല നമുക്ക് ഈസി ആയിട്ട് തന്നെ വേണമെന്ന് വെച്ചാൽ എടുത്ത് മാറ്റാം.
ഇത്രയുള്ളൂ, എളുപ്പമല്ലേ ഈ പായസം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നമ്മൾ പാല് നന്നായിട്ട് കുറുക്കിയെടുക്കുകയും കൂടുതൽ നേരം വറ്റിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാണ്ട് തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പായസമാണ്. എന്നാൽ നല്ല ടേസ്റ്റുമാണ്. ആ മിൽക്ക് മെയ്ഡൊക്കെ ചേർത്ത് കഴിഞ്ഞാലില്ലേ നല്ലൊരു ടേസ്റ്റ് തന്നെയാട്ടത്. നിങ്ങൾ ഉണ്ടാക്കി നോക്കി തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്തേക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ ഇൻസ്റ്റാഗ്രാമിലുള്ളവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും റെസിപ്പി ട്രൈ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫോട്ടോസും കൂടി അതിലേക്കൊന്ന് അയച്ചും തരണേ. അപ്പോൾ ക്യാരറ്റൊക്കെ കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ പോലും ഇത് തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പികളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ നിങ്ങളെല്ലാവരും നല്ല ഭക്ഷണം കഴിച്ച് ഹെൽത്തി ആയിട്ടും സന്തോഷമായിട്ടും തന്നെ ഇരിക്കുക. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ.